സർ നമ്മുടെ പ്രൊഡക്ഷൻ്റെ സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇസഡ് ഒരു ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാളിറ്റീനെ കുറിച്ച് എന്തുറപ്പാണ് നമുക്ക് ഈ വാങ്ങിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുക? ഇതാണ് നമ്മുടെ ഈ ഓർഗാനിക് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റെസ്റ്റ് അഷ്വേർഡ് ആക്കി കൊടുക്കണം. കാര്യം നമ്മുടെ ഓരോ ലോട്ടും ഇവിടെ നമ്മുടെ ഇൻഹൗസ് ആയിട്ടുള്ള ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ 24 മണിക്കൂറും കാണാനുള്ള ക്യാമറയും അതിൻ്റെ പുറകിൽ നമുക്ക് 2 തരത്തിലുള്ള ലബോറട്ടറി, കെമിക്കൽ ലബോറട്ടറിയും അനാലിറ്റിക്കൽ ലബോറട്ടറികൾ 2 തരത്തിലുണ്ട്. കെമിക്കലും ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്. ഈ 2 വിഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വരികയും നമുക്ക് ഓരോ ഷിഫ്റ്റും ഹെഡ് ചെയ്യുന്നത് തന്നെ ക്വാളിറ്റി കൺട്രോളറിൽ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള FSSAI അംഗീകരിച്ചിരിക്കുന്ന HACCP സർട്ടിഫിക്കേഷനുള്ള ആളുകളാണ് ഇതിൻ്റെ അകത്ത് ക്വാളിറ്റി കൺട്രോളറായിട്ട് നിൽക്കുന്നത്. അവർ 2 പേരും ഏത് ഷിഫ്റ്റ് പ്രൊഡക്ഷൻ നടന്നാലും അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് നമ്മുടെ പ്രോസസ്സുകളെല്ലാം തന്നെ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ലബോറട്ടറികളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കെമിക്കൽ ലബോറട്ടറി. ഈ കെമിക്കൽ ലബോറട്ടറിയിൽ ബാക്കിയുള്ള ടെസ്റ്റുകൾ pH വാല്യൂ ടെസ്റ്റ് ചെയ്യുക, ന്യൂട്രീഷൻ വാല്യൂ ടെസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ സിട്രിക് ആസിഡ് അസിഡിറ്റി ടെസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള ചെറിയ ചെറിയ എല്ലാ ടെസ്റ്റുകളും നടക്കുന്ന ഒരു മേഖലയാണ് ഇത്. ഇതാണ് നമ്മൾ ഓരോ ബാച്ചിൻ്റെ പ്രൊഡക്ഷൻ എടുത്താലും സെർവ് ചെയ്ത് ഇവരുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന കാലഘട്ടം വരെ നമ്മളിവിടെ സാമ്പിൾ സൂക്ഷിച്ചു വയ്ക്കും. ആ ഓരോ ബാച്ചിൻ്റെയും സാമ്പിളുകൾ നമ്മളിവിടെ സൂക്ഷിച്ചു വയ്ക്കും. ബാക്കിയുള്ള ടെസ്റ്റുകളെല്ലാം റെഗുലർ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തുന്നത് ഈ കെമിക്കൽ ലാബിൽ വെച്ചാണ്. ഇനി അടുത്തത് ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് മൈക്രോബയോളജിക്കൽ ലാബുകളാണ്. ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വിവിധ ചെറിയ ചെറിയ റൂമുകളായിട്ടാണ് ആ മൈക്രോബയോളജിക്കൽ ലാബുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അകത്തുനിന്ന് വരുന്ന അണുക്കൾ പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. കാര്യം നമ്മുടെ മെറ്റീരിയലിലുള്ള അണുക്കളെ മാത്രമാണ് അകത്തേക്ക് കയറ്റുക. ഇതൊരു സെപ്പറേറ്റിംഗ് ചേമ്പറാണ്. ഈ വാതിൽ തുറന്ന് ഇത് അടച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ 2ാമത്തെ വാതിൽ നമുക്ക് തുറക്കാൻ കഴിയുള്ളൂ. ഇത് തുറന്നാണ് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ വാട്ടർ ബാത്ത്. ഈ വാട്ടർ ബാത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും മൈക്രോബയോളജിക്കലിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. ഇതാണ് നമ്മൾ 3-4 ചെക്കപ്പ്, ഹോട്ട് എയർ ഓവൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് 2ാമത് 3-4 ചെക്കപ്പുകൾ നമ്മളിവിടെ നടത്തുന്നുണ്ട്. കാര്യം മൈക്രോബയോളജിക്കൽ ചെക്കപ്പുകളാണ് കംപ്ലീറ്റ് ആയിട്ട്. മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇംപ്യൂരിറ്റീസ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് ചെക്ക് ചെയ്ത് പോരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയും അത്തരത്തിലുള്ള ഒരു എയർ കട്ടിംഗ് ഡോറാണിത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പുറത്തെ ഡോറ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പുറത്തെ ഡോറ് നമുക്ക് തുറക്കാൻ കഴിയുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിശോധന നടക്കുന്നത് ഇവിടെയാണ്. ലാമിനാർ എയർ ഫ്ലോ ക്യാബിനറ്റ് എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. കാര്യം ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ അണുക്കൾ വളരെ കുറഞ്ഞ തോതിലാണ് ഉള്ളതെങ്കിൽ പോലും അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് കാണുന്ന രീതിയിലേക്ക് വരുന്ന ഒരു സമ്പ്രദായമാണ് ഈ മുറിയിൽ നടക്കുക. അടുത്ത ഇതിലേക്ക് പോകുന്നത് ഇതാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന സിസ്റ്റം. ഇവിടെ വെച്ചിട്ട് ചെറിയ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, മൈക്രോബയോളജിക്കലിൽ വളരെ കുറഞ്ഞത് മൈന്യൂട്ടായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഈ ഇൻക്യുബേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് വളരെയധികം പരമപ്രധാനമായിട്ട് കൂട്ടാൻ കഴിയും. അത് കൂട്ടിക്കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മൈക്രോ ഓർഗാനിസം ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് 100% ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് എല്ലാം ഡിസ്പോസ് ചെയ്യുന്നത് അപ്പുറത്തെ മുറിയിലാണ്. അത് കഴിഞ്ഞ് കഴുകി നമുക്ക് ഈ മൈക്രോബയോളജിക്കൽ ലാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇതിവിടെ തന്നെയാണ് മാർഗമാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ലബോറട്ടറിക്കൽ സെറ്റപ്പ്. ഇത്രയും പരിശോധനകൾ പൂർത്തിയാക്കി എല്ലാ ലോട്ടുകൾ ഓരോ ലോട്ടായിട്ടുണ്ടാക്കുന്ന ലോട്ടുകളെല്ലാം തന്നെ ഈ ലബോറട്ടറികളിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് അഷ്യൂറായിട്ട് അവരോട് പറയാം, നിങ്ങൾ എല്ലാ ഗുണനിലവാര പരിശോധനകളും
അന്തർദേശീയ നിലവാരത്തിൽ പരിശോധിച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ഓരോ പാക്കറ്റും എത്തുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.